ചണ്ഡീഗഡ് നഗരത്തിലെ മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 2 ദിവസം കൊണ്ട് രാജ്യത്തെ ഉന്നത നീതിപീഠം പുറപ്പെടുവിച്ച ഒരു വിധി രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ മുഖത്തേറ്റ ഒരടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് അസാധുവാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിയുടെ സാഹചര്യത്തിൽ ഏറ്റ അടിയുടെ ചൂടും ചൂരും മാറുന്നതിന് മുൻപാണ് രണ്ടാമത്തെ അടി ഈ രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ ചെകിട്ടത്ത് തന്നെ കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ ലേശം പോലുമില്ലാതെ തരംതാണ കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിൽ കയറുക എന്ന് പറയുന്ന ഹീനമായ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തിനേറ്റ അടിയാണ് എന്ന് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ സംശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ ഉന്നത നീതിപീഠം മുന്നിട്ടിറങ്ങിയത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. അധികാരം ഏത് ഹീനമാർഗങ്ങൾ സ്വീകരിച്ചും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നവർ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക് ഈ തരുണത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 411 MLA-മാരെയാണ് ഇന്ത്യ മഹാരാജ്യത്താകമാനമായി കുതിര കച്ചവടത്തിലൂടെ വാങ്ങിയെടുത്ത് പലയിടങ്ങളിൽ അധികാരം നിലനിർത്തിയത്. എന്തൊരു രാഷ്ട്രീയ സദാചാരമില്ലായ്മയും അധർമ്മവുമാണ്. ഈശ്വരനെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വാദോരാതെ ലോകമെമ്പാടും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ഉപയോഗിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി ദിഗന്ധങ്ങൾ മുഴക്കുമാറ് ഈശ്വരനും രാജ്യത്തിനും കീജെ വിളിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അധാർമികതയും സത്യസന്ധതയില്ലായ്മയും പകല് പോലെ വെളിച്ചത്ത് വരികയും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖം മൂടി ദയനീയമാംവിധം അഴിഞ്ഞു വീഴുകയും ചെയ്തിരിക്കുകയാണ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ 8 വോട്ടുകളാണ് വരണാധികാരിയായിരുന്നയാൾ അസാധുവായി പ്രഖ്യാപിച്ചത്. അതിലെ ഏറ്റവും വലിയ വൈകൃതം എന്ന് പറയുന്നത് ഭരണാധികാരിയായി പ്രവർത്തിച്ച ആള് തന്നെ ബിജെപിയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. യാതൊരു ലജ്ജയുമില്ലാതെ സാധുവായ 8 വോട്ടുകൾ ഇയാൾ സ്വന്തം പേന ഉപയോഗിച്ച് വികൃതമാക്കി അതിനെ അസാധുവായി പ്രഖ്യാപിക്കുകയും വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ വിജയിക്കാൻ അർഹതയുണ്ടായിട്ടും പരാജയപ്പെടുത്തി ബിജെപിയുടെ ന്യൂനപക്ഷ മേയർ സ്ഥാനാർത്ഥിയെ അവരോധിച്ചു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ 2 കക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് വളരെ വിശദമായി പരിശോധിക്കുകയും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിനകത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ഒട്ടും കാലതാമസമില്ലാതെ ഈ റിട്ടേണിംഗ് ഓഫീസറെ കോടതി മുൻപാകെ വിളിച്ചു വരുത്തുകയും രേഖകൾ മുഴുവൻ പരിശോധിക്കുകയും ചെയ്തു. ഇതൊരു പക്ഷേ നീതിന്യായ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ ചരിത്രത്തിൽ അപൂർവമായ ഒരു സന്ദർഭമാണ് എന്നാണ് വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകരും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അവരെ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് മുഖത്ത് നോക്കി ഈ റിട്ടേണിംഗ് ഓഫീസറോട് ചോദിക്കുകയാണ്, നിങ്ങൾ
എന്താണ് ഈ ബാലറ്റ് പേപ്പറിൽ കാട്ടിയത്? ഇത് സാധുവായിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ നിങ്ങൾ എന്തിന് വികൃതമാക്കി? അയാൾക്കോ അയാളുടെ അഭിഭാഷകനോ യുക്തിസഹജമായ മറുപടി കൊടുക്കാൻ കഴിയാതെ വിയർക്കുന്ന രംഗം ഇന്ത്യയിലെ അഭിഭാഷകർ മുഴുവൻ ഖേദത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതിനേക്കാൾ വളരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതികരണം കൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. അത് കേസ് കൊടുത്ത ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും പോലും ഞെട്ടിച്ചു എന്ന് വേണം കരുതാൻ. അവർ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, പുതിയതായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യവുമായിട്ടാണ് കോടതിയെ സമീപിച്ചതെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനകത്തെ ഗുരുതരമായ ക്രമക്കേട് കണ്ട് ഒരു പടി കൂടെ കടന്ന് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നതിന് പകരം യഥാർത്ഥത്തിൽ വിജയിയാകാൻ യോഗ്യതയുള്ള ആളിനെ വിജയിച്ചതായി ബഹുമാനപ്പെട്ട കോടതി തന്നെ പ്രഖ്യാപിക്കാനുണ്ടായത്. ഇതും അത്യപൂർവമായ ഒരു സംഭവമാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ എന്നാണ് സീനിയർ അഭിഭാഷകർ പോലും പറയുന്നത്. അപ്പോൾ എത്ര നഗ്നമായ ചട്ടലംഘനമാണ് അവിടെ നടന്നത് എന്നത് വളരെ പകല് പോലെ വ്യക്തമായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഹാജരായ ബഹുമാനപ്പെട്ട സീനിയർ സുപ്രീം കോടതി അഭിഭാഷകൻ പറഞ്ഞത് ഇത് കുതിരകളെ പോലും ലജ്ജിപ്പിക്കുന്ന കുതിര കച്ചവടമാണ്. എന്തൊരു ശക്തമായ ഒരു പ്രസ്താവനയാണ്! ഇതിനേക്കാൾ ശക്തമായ ഒരു അടി ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കിട്ടാനുണ്ടോ? ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് കടുത്ത അഴിമതിയാണ്. ശതകോടികൾ ഹീനമായ മാർഗങ്ങളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലൂടെ രഹസ്യങ്ങളായി സൂക്ഷിച്ചുകൊണ്ട് നൽകുന്നത് ആരാണെന്ന് വെളിപ്പെടുത്താതെ, നൽകുന്ന തുക എന്താണെന്ന് വെളിപ്പെടുത്താതെ അത്യന്തം ദുരൂഹമായ മാർഗത്തിലൂടെ ചട്ടങ്ങൾ ഉണ്ടാക്കി പാർലമെന്റിൽ നിയമം പാസാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കോടികളാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 2022-23 തന്നെ 1296 കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷൻ ബോണ്ട് വഴിയായി സ്വരൂപിച്ചത്. എന്തൊരു തീവട്ടി കൊള്ളയാണിത്! ബാങ്കുകൾ കൃത്യമായി ഇത് കൊടുത്ത ആളുകളെ കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല. ഇത് കൊടുത്ത കമ്പനികളുടെ പേരുകൾ പുറത്തു കൊണ്ടുവരുന്നില്ല. വ്യക്തികൾ കൊടുക്കുമ്പോൾ അവരുടെ ആദായ നികുതികളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. അങ്ങനെ ആരോടും ഉത്തരവാദിത്തമില്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ പോലും പാർലമെന്റിൽ പാസാക്കിയെടുത്ത ഒരു നിയമത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കുതിര കച്ചവടം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് പരിതാപകരമായ അവസ്ഥ. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ സത്യസന്ധതയും രാഷ്ട്രീയ സദാചാരവും ഉപേക്ഷിച്ച് ജീർണിച്ച അവസ്ഥയിൽ ഭാരതീയ ജനതാ പാർട്ടി എത്തി നിൽക്കുന്നു. ഇതിൻ്റെ ഉപജാപക വൃന്ദത്തിന് എങ്ങനെ പൊതുസമൂഹത്തെ നേരിടാനായി സാധിക്കും? ഈ തരത്തിൽ എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണോ അധികാരത്തിൽ ഇരിക്കേണ്ടത് എന്ന ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. സത്യസന്ധതയെക്കുറിച്ചും സുതാര്യതയെക്കുറിച്ചും വാദോരാതെ പ്രസംഗിക്കുന്ന നേതാക്കൾ പ്രവർത്തിക്കുന്നത് ഘടകവിരുദ്ധമായിട്ടാണ് എന്നത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ തരത്തിൽ ആത്മാർത്ഥതയില്ലാത്തുള്ള പ്രസ്താവനകൾ കൊണ്ട് ഇനിയും ഇന്ത്യയിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. സത്യസന്ധമായി ധാർമ്മിക നിലവാരമുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ അടയാളമായി നാം എപ്പോഴും വാഴ്ത്തുന്നത്.
ആ അടയാളത്തെ വികൃതമാക്കുവാൻ അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ടും പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടും നിയമങ്ങൾ പാസാക്കി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട, തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം സുനിശ്ചിതമാണ്. ഏതാണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗണ്ട് ഡൗണിന്റെ കാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിന് ലഭിച്ചതായ വലിയൊരു ഉത്തേജനമാണ് ഈ ഇലക്ടറൽ ബോണ്ട് നിരോധനവും ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവും. ഇവിടെ വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. അവരുടെ വികൃതമായ മുഖം ഇന്ത്യയിലെ ജനകോടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സൂത്രമാർഗങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ വ്യാപകമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രചാരണ മാധ്യമങ്ങളിലൂടെ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വശീകരിക്കാൻ, വോട്ട് ബാങ്കാക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രേരണയിൽ പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ധാരധാരയായി ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും വോട്ട് നേടി മൂന്നാം ഊഴത്തിലേക്ക് കടക്കുവാൻ ശ്രീ നരേന്ദ്രമോദി ശ്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ CPM നിന്ന് പഠിച്ചതാണോ ഈ കിറ്റ് വിതരണം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്രവും ഇപ്പോൾ കിറ്റ് വിതരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. തൃശൂർ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങളിലും അതുപോലെ കോഴിക്കോട് മണ്ഡലത്തിലുമൊക്കെ ഇപ്പോൾ 29 രൂപയ്ക്ക് ചാക്കിൽ അരി വിതരണം ചെയ്യുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ അധാർമികത ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സുപ്രീം കോടതി വിധികളുടെ സത്തയും അതിൻ്റെ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധതയോടും സുതാര്യതയോടും കൂടി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് കൂടുതൽ അലങ്കാരമായിരിക്കുമെന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്.